അമ്മ ഒരുപാട് വീഡിയോസിനകത്തൊക്കെ ഈ മൃഗങ്ങളായിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഗന്ധർവനായിട്ട് വന്നിട്ടുണ്ട്, മീശയൊക്കെ വരച്ച് ആണായിട്ട് അങ്ങനെ കുറേ ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെ ഈ ചിരി വരാതെ ചെയ്യുന്നത്? ചിരി വന്നാൽ അവൻ എന്നെ വഴക്ക് പറയും. അയ്യോ, ഭീഷണിപ്പെടുത്തോ അമ്മേ? ഇനി എടുക്കത്തില്ല നല്ലപോലെ ഇതില്ലെങ്കിൽ എന്നൊക്കെ പറയാം. അതെ ഉണ്ട്. അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇല്ല, ഞാനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അവൻ പറയുന്ന പോലെ ചെയ്യണം. അയ്യോ, അപ്പൊ അമ്മ ആദ്യമൊക്കെ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു നടിയുണ്ട്, അതെപ്പോഴാ എങ്ങനെ പുറത്തു വന്നത് ഈ സംഭവം? ഒരു ദിവസം ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ. എനിക്ക് വയ്യ, എനിക്ക് പേടിയാ, നാണക്കേടാ, പലരും വല്ലതൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങോട്ട് പോകാൻ പറയുന്ന ഞാൻ ഈ ഷെഡിൽ നിന്ന് പറയാമെന്ന്. അപ്പം അവിടെ നിന്ന് പറയുമ്പോൾ ഫോണിൽ കൂടെ പിടിച്ചെടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത. പിന്നെ ഇപ്പം ഞാൻ ചോദിക്കും ഞാനുണ്ടോ, ഞാനില്ലെങ്കിൽ ഇവിടെ വേണ്ടാന്ന് പറയും. അയ്യോ, ഞാനുണ്ടെങ്കിൽ മതി വീഡിയോ. വീട്ടിൽ വെച്ചാ ചെയ്യുന്നേ. അപ്പം ഞാൻ പറയും ഞാനില്ലെങ്കിൽ വീഡിയോ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. സിനിമാ നടിയായില്ലേ, അപ്പൊ അതിന്റെ ഒരു കുശുമ്പ് കാണും മേ ബി. അവനോ? ഇല്ല, അവൻ എന്നെ ഇത്രയും, ഞാൻ ഒന്നും ആരും അറിയാത്ത ഒരു മൂലയിൽ കിടന്ന ഒരാളാണ് എന്നെ ഇത്രയും ആക്കിയത് അവന്. അല്ലാതെ ആർക്കും ദൈവത്തിനും അവനേ ഉള്ളു എനിക്ക് നന്ദി പറയാം. പ്രൗഡായിട്ട് ഇന്ന് അവിടെ നിന്ന് ഇന്റർവ്യൂ കാണുന്നുണ്ട് കൊണ്ടിരിക്കുന്നു. അതെ, അവിടെ നിന്ന് ഇന്റർവ്യൂ കാണുന്നുണ്ട്. അത് അത്ര സന്തോഷമായിരിക്കും. അപ്പൊ അമ്മേനെ അങ്ങനെ കൊണ്ടുവന്നത് വെറുതെ ആയില്ലല്ലോ, അത്ര വലിയ അംഗീകാരവും കൂടെ കിട്ടിയല്ലോ. എങ്ങാണ്ട് ഒരിടത്ത് ഇതുപോലെ ഇന്റർവ്യൂവിന് പോയപ്പോൾ പറഞ്ഞു, ലോകത്തിലെങ്ങും അമ്മയെ വലുതാക്കിയ ഒരു മക്കളില്ല, എല്ലാവരും അമ്മ മക്കളെയാ വലുതാക്കുന്നത്, ഇതാ മോൻ അമ്മയെ വലുതാക്കിയെന്ന് എവിടെയോ വെച്ച് ആരാണ്ട് ചോദിച്ചപ്പം പറഞ്ഞു.